സ്പോയിലർ അലേർട്ട്. കിഷ്കിന്ധ്യ കാണ്ഡം. അതെ, കിഷ്കിന്ധ്യ കാണ്ഡം എന്ന് പറയുന്ന മൂവി ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ OTT വരാനും കുറേ വൈകുന്നൊക്കെ കേട്ടു. സോ എന്തായാലും സിനിമ കണ്ടിട്ടില്ലാത്തവർ വീഡിയോ തുടർന്ന് കാണുന്നില്ല. നമ്മൾ സിനിമയുടെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് അവരുടെ ആസ്വാദനത്തെ ബാധിക്കുകയും അതുപോലെ തന്നെ അത് ഒരു നല്ല കാര്യമല്ലല്ലോ. സോ അതുകൊണ്ട് സിനിമ കാണാത്തവർ ഇവിടെ വെച്ച് തന്നെ സ്കിപ്പ് ചെയ്യുക. സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തുടർന്ന് കാണാം. സോ എന്തായാലും കിഷ്കിന്ധ്യ കാണ്ഡം എന്ന് പറയുന്ന മൂവി നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു ടോക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു സംഭവമായിരിക്കും, വേർ ഈസ് ദ ബോഡി ഓഫ് ദി ചിൽഡ്രൻ. ഓക്കെ, എന്ത് ഇംഗ്ലീഷാലേ. ആ കുട്ടിയുടെ ഡെഡ് ബോഡി എവിടെയാണ്, ആരാണ് അത് കുഴിച്ചിട്ടത് എന്നുള്ളൊരു ചോദ്യം, ആരാണ് അത് കുഴിച്ചിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം നമ്മളെ മൈൻഡിൽ ഉണ്ടാവില്ല. സോ എന്തായാലും നമ്മൾ ആ സിനിമ പ്ലോട്ടിലേക്ക് പോവുകയാണെങ്കിൽ, സിനിമ പ്ലോട്ടിൽ നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ ചെയ്ത ആ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ മറവിയുള്ള ഒരു ആളാണ്. സോ ഒബ്വിയസ്ലി ആ ഒരു തോക്ക് എന്തായാലും വിജയരാഘവൻ ചേട്ടൻ അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത് ആ ഒരു അലമാരിൽ എടുത്തു വെച്ച സ്ഥിതിക്ക് ഉറപ്പായിട്ടും അത് ക്ലീൻ ചെയ്തതും ആ ഡെഡ് ബോഡി എവിടെയാണ് കൊണ്ടുപോയിട്ടതൊക്കെ ആരായിരിക്കും? നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ തന്നെയായിരിക്കും. അത് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ വേർ ഈസ് ദ ബോഡി, എന്തിനാണ് ഈ ഒരു ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പം ആസിഫ് അലി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം കത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളതിൽ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ആസിഫ് അലി ആ ഒരു കൊലപാതകം ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹമാണ് അത് ചെയ്തത്, നിങ്ങൾ രണ്ടുപേരിലാണ് അത് ആ ഒരാളാണ് ചെയ്തത് എന്നുള്ള ഒരു ചിന്താഗതി അവിടെ വിജയരാഘവൻ ചേട്ടൻ ആ ഒരു ഇതിൽ കണ്ടുപിടിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സിൽ അവസാനം എത്തിച്ചേരുന്നത് നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ, അതായത് ആസിഫ് അലിയോ ആസിഫ് അലിയുടെ ഭാര്യയോ ഒരാളാണ് ഈ ഒരു ഇതിന് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അയാൾ ആ ഒരു വ്യക്തി ആരാണെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് വിജയരാഘവൻ ചേട്ടൻ അവിടെ പറഞ്ഞു വെക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ആരാണ് കൊന്നത് എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോകാത്തത്. പക്ഷേ വേർ ഈസ് ദ ഡെഡ് ബോഡി എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പം ആസിഫ് അലി, ഇപ്പം നിങ്ങൾ ആ സിനിമയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് ആ ഒരു കുരങ്ങൻ്റെ ഡെഡ് ബോഡി കിട്ടുന്ന ആ ഒരു സമയത്ത് ആസിഫ് അലി നല്ല രീതിയിൽ പതറുന്നത് ആ സിനിമയിൽ നമുക്ക് കാണാം. സോ നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ വിജയരാഘവൻ ചേട്ടൻ ആ ഒരു കൊലപാതകം ചെയ്തിട്ട് അദ്ദേഹം ആ ഒരു കൊലപാതകം ചെയ്തു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ ഒരു കൊലപാതകം ചെയ്തത് പിടിക്കപ്പെടരുത് എന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത്. ആ കൊലപാതകം ചെയ്തിട്ട് അദ്ദേഹം മറന്നുപോയതാണെന്നൊക്കെയായിരിക്കും നമ്മൾ ഫസ്റ്റ് ഹാഫിലൊക്കെ ചിന്തിച്ചു വെക്കുന്നത്. പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണല്ലോ നമ്മൾ ഈ ഒരു സംഭവമൊക്കെ അറിയുന്നത്. അതായത് ആസിഫ് അലിയുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ പൊട്ടിപ്പോയി ആണ് ആ ഒരു കുട്ടി മരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത്. സോ അപ്പം റീവൈൻഡ് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ ആ സിനിമ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, ഫസ്റ്റ് ഡേ കണ്ടതാണ് കേട്ടോ. സോ അതിൻ്റെ ഒരു തൊട്ട് അപ്പം നമ്മൾ റീവൈൻഡ് ചിന്തിക്കുകയാണെങ്കിൽ ആസിഫ് അലിയുടെ പേടി എന്ന് പറയുന്നത് ആ ഡെഡ് ബോഡി, അതായത് നമ്മൾ ദൃശ്യത്തിൽ പറയുന്ന പോലെ ആ ഡെഡ് ബോഡി എവിടെയാണെന്ന് അറിയുന്ന ആ ഒരു മൊമെൻറ്റിൽ, അല്ലെങ്കിൽ എവിടെയാണെന്ന് അറിയാത്തതാണ് ഇവരുടെ ആ ഒരു ദൃശ്യത്തിൽ പറയുന്ന പോലെ തന്നെ, അതായത് ഡെഡ് ബോഡി കിട്ടാത്തതാണ് നമ്മുടെ ജോർജ് കുട്ടീനെ പിടിക്കാണ്ടിരിക്കാനുള്ള ഏറ്റവും വലിയൊരു രക്ഷ അല്ലെങ്കിൽ കാരണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ആ കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടാണ്ടിരിക്കുന്നതാണ് അപ്പം ആ കൊലപാതകം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാതിരിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. സോ എൻ്റെ ഒരു ഇതിലൊക്കെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വിജയരാഘവൻ ചേട്ടൻ ആ ഒരു ഫൈൻഡിങ്സ് കത്തിച്ച് കളയുന്ന ആ ഒരു സ്പോട്ടിൽ, ആ സ്പോട്ടിൽ തന്നെയാണ് വീണ്ടും 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 വന്ന് കത്തിച്ച് കളയുന്നത്. എപ്പോഴും ആ സ്പോട്ടിൽ തന്നെ വന്ന് കത്തിച്ച് കളയുന്ന ഒരു വിജയരാഘവൻ ചേട്ടനെയാണ് നമുക്ക് കാണുന്നത്. സോ മേ ബി ആ ഡെഡ് ബോഡി ഇനി അവിടെയാണോ, അത് അവിടെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇതിങ്ങനെ കത്തിച്ച് കളയുന്നത് എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. പല കമൻറ്റുകളിലും കാര്യങ്ങളിലും ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെയാണോ, അതായത് ഈ ഒരു കത്തിച്ച് കളയുന്ന ആ സ്പോട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്പോട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ആ സ്പോട്ട് കത്തിച്ചുകൂടെ, അതോർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ കുഴിച്ചിടുന്നത് എന്നുള്ളൊരു തോന്നലാണ്. എന്തായാലും സിനിമ അടിപൊളിയാണ്. സിനിമ ആ ഒരു ലൂപ്പിലാണ് പോകുന്നത്. അപ്പം ഇതൊരു ലൂപ്പിംഗ് അവസാനത്തിലേക്ക് വരുമ്പം വീണ്ടും ആ ഒരു സർക്കിൾ സ്റ്റാർട്ട് ചെയ്യാണ്. വീണ്ടും ആ ഒരു നെക്സൽസിനെയും അതുപോലെ തന്നെ ജഗദീഷ് ചേട്ടനെയൊക്കെ പോയി കാണുകയാണ്. അങ്ങനെ ചോദിക്കുകയാണ്, പണ്ടുള്ള, അതായത് ഈ കുട്ടീനെ കൊന്നത് പണ്ട് ഇദ്ദേഹം ചെയ്തു വെച്ച എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് ശത്രുതകൾ ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ തോക്കിൽ 2 ഉണ്ട മിസ്സിങ് ആണ്. ഒരു ഉണ്ട ആ കുട്ടി, അതായത് കുട്ടി പിന്നെ നമ്മുടെ കുരങ്ങനെ വെടി വെച്ചപ്പോൾ ഒരു വെടിയാണോ ഉതിർത്തത് 2 വെടിയാണോ ഉതിർത്തത് എന്നുള്ള ഡൗട്ട് ചോദിക്കാനാണ് ജഗദീഷ് ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഈ വിജയരാഘവൻ ചേട്ടൻ അവിടെ പോകുന്നത്. അപ്പം അതായത് ഒരു ബുള്ളറ്റാണ് പൊട്ടിച്ചതെങ്കിൽ ആ കുട്ടീനെ കൊന്നത് ഇദ്ദേഹമല്ല എന്നുള്ളൊരു ഫൈൻഡിങ്സിലേക്ക് എത്തിക്കാനൊക്കെയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാൽക്കുലേഷനും കാര്യങ്ങളിലൊക്കെയാണ്. സോ എന്തായാലും ജഗദീഷ് ചേട്ടനെ കാണുന്നു. അപ്പം ഒരു ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ, ഒരു കുരങ്ങൻ ചത്തു, ആ കുരങ്ങനെ കുഴിച്ചിടുന്നു എന്നുള്ളൊരു കാര്യം അവിടെ ഉറപ്പിക്കുന്നു. വീണ്ടും വീട്ടിലേക്ക് വരുന്നു. പിന്നെ ആ ഒരു ബുള്ളറ്റ് എവിടെ പോയി എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നത്, അതായത് വിജയരാഘവൻ ചേട്ടൻ ആ ഹോസ്പിറ്റലിൽ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അതായത് എത്രാം തീയതിയാണ് ഇത് സംഭവിച്ചത്, ഞാൻ തന്നെയാണോ ഇത് ചെയ്തത്, ഇവർ കീമോയ്ക്ക് പോയ ആ ഒരു ഡേറ്റ് എന്നാണെന്നൊക്കെയുള്ള കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വിജയരാഘവൻ ചേട്ടനാണോ ഇത് ചെയ്തത് എന്നുള്ളൊരു കൺഫർമേഷന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഈ ഒരു സർക്കിൾ ഇതാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മോനോ അല്ലെങ്കിൽ മോൻ്റെ ഭാര്യയോ ആണ് ഇത് ചെയ്തത് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ ഇദ്ദേഹം അവസാനിപ്പിക്കുന്നു, അവിടെ നിർത്തുന്നു, വീണ്ടും ഈ ഒരു ഫൈൻഡിങ്സ് കത്തിച്ച് കളയുന്നു, പിന്നെയും ഓർമ്മ വരുമ്പോൾ അങ്ങനെ പോകുന്ന ഒരു സർക്കിളായിട്ട് അല്ലെങ്കിൽ ഒരു ലൂപ്പായിട്ടാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത്. അവസാനം നമ്മൾ കാണുന്ന ആ ഒരു ലൂപ്പും അങ്ങനെ തന്നെയാണ്. സോ എന്തായാലും ഇതിലിപ്പം ആസിഫ് അലി ആ ഒരു പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ സിനിമ കാണുന്ന ആ ഒരു ഫസ്റ്റ് മൊമെൻറ്റിലോ അല്ലെങ്കിൽ ഇൻ്റർവെൽ പഞ്ചിൻ്റെ അവിടെ നിന്നൊന്നും ആസിഫ് അലി എന്ന് പറയുന്ന ആക്ടർ ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ ഫാദറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് സിനിമയിൽ നമുക്ക് തോന്നുക. പക്ഷേ അൾട്ടിമേറ്റ്ലി എൻഡിലോടെത്തുമ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡെഡ് ബോഡി അല്ലെങ്കിൽ ഈ കുട്ടി മരിച്ചു എന്ന് പറയുന്ന ഈ സംഭവം പുറത്തറിയരുത്, അല്ലെങ്കിൽ ഇതാവരുത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ മൈൻഡിലുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് സിനിമയിൽ കാണുമെന്ന് തോന്നുക. ഈവൻ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് തന്നെ ആസിഫ് അലിയുടെ മുഖത്തൊരു അസ്വാഭാവികത നമുക്ക് തോന്നും. അപ്പം സംവിധായകൻ്റെ ഒരു വിജയം എന്ന് പറയുന്ന ആ അസ്വാഭാവികത അദ്ദേഹത്തിൻ്റെ ഫാദറാണോ ഈ കൊലപാതകം ചെയ്തത്, അല്ലെങ്കിൽ ഫാദർ കാരണമാണോ ഈ കുട്ടീനെ നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു സംഭവം പുറത്തറിയരുത് എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് പറയുന്നത്. സോ എന്തായാലും പിന്നെ അതിനിടയിൽ സംവിധായകൻ കുറച്ച് കാര്യങ്ങളും കൂടി ഇട്ടിരുന്നുണ്ട്. അതായത് ആ ഒരു ചികിത്സിക്കാൻ വരുന്ന ഡോക്ടർ, ആ ഒരു സംഭവം അത് ഡോക്ടറാണെന്നുള്ള രീതിയിൽ നമുക്ക് ഫസ്റ്റ് പറഞ്ഞു തരുന്നില്ല. അത് ആസിഫ് അലിയും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ചികിത്സ നടത്തുന്നത് എന്നുള്ള സംഭവം പറയുന്നില്ല. അപർണ ബാലമുരളിയുടെ അടുത്തും ഈ ഒരു സംഭവം ഒളിച്ചു വെക്കുന്ന രീതിയിലൊക്കെ പോകുന്നുണ്ട്. സോ എന്തായാലും കിഷ്കിന്ധ്യ ആകാണ്ട് എന്ന് പറയുന്ന സിനിമയിൽ മീൻസ് ഞാൻ ചിന്തിക്കുന്നത്, ഇനി നിങ്ങൾ പറ കേട്ടോ, ആ സിനിമയിൽ വേറെ എവിടെയെങ്കിലും ഈ ഒരു സ്പോട്ട്, അതായത് ഈ കുട്ടിയെ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ കത്തിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത ഒരു സ്പോട്ട് ഈ സിനിമയിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. അതായത് നിങ്ങളുടെ ഫൈൻഡിങ്സിൽ നിങ്ങൾക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ കുട്ടിയെ ഇന്ന സ്ഥലത്തായിരിക്കും കുഴിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ കത്തിച്ചളഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളൊരു ഇപ്പം ആ സിനിമ കണ്ടതിൽ സെക്കൻഡ് ഷോ കണ്ടതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിയെ കുഴിച്ചിട്ട സ്ഥലം തന്നെയായിരിക്കും അദ്ദേഹം ആ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ കത്തിച്ച് കളയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി അതായിരിക്കില്ല, വേറെ എന്തെങ്കിലും ചിലപ്പോൾ എന്തായാലും സംവിധായകൻ ഇതിനകത്തൊരു സംഭവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ആ കുട്ടിയെ എവിടെയാണ് കുഴിച്ചിട്ട് അല്ലെങ്കിൽ എന്താ ചെയ്തതെന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഈ സിനിമയിൽ എവിടെയെങ്കിലും ഒഴിച്ചിട്ടുണ്ട്, ഉറപ്പാണ്, 100% ഉറപ്പാണ്. സോ എന്തായാലും എനിക്ക് തോന്നുന്നത്, ഇപ്പം ഞാൻ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോഴും അതിനകത്തും ഈ ഒരു സംഭവം ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ തന്നെ ആ സ്പോട്ടിൽ തന്നെ പോയി ഇങ്ങനെ കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, വേറെ എവിടേക്കെങ്കിലൊക്കെ മാറി കത്തിക്കാൻ പറ്റുമല്ലോ. സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും. ഇനിയിപ്പോൾ OTT വന്നാലേ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തായാലും 4 മാസത്തേക്ക് OTT ഇല്ല എന്നാണ് പറയുന്നത്. സോ ഒബ്വിയസ്ലി ഒന്നും കൂടി വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നമുക്ക് ഒന്നും കൂടി വിശകലനം ചെയ്യാമല്ലേ, നോക്കാം. എന്തായാലും സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നമ്മളുടെ അവലോകനങ്ങളും നിങ്ങളുടെ അവലോകനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഏകദേശം ഒരു ഫൈൻഡിങ്സിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ എത്താമെന്ന് വിശ്വസിക്കുന്നു. സോ ഇത്രയും നേരം കിഷ്കിന്ധ്യ കാണുന്ന പടം കാണാണ്ട് ഇവിടെ വന്ന് ഈ സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ തോന്നുന്നത് എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.